ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ റമദാൻ ഡീപ്പ് ക്ലീനിങ് ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇനി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് തുടങ്ങാനൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിൽ കൂടിയിട്ട് ഒരു മടിയൊക്കെ ഉള്ളപ്പോൾ ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ തോന്നുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ക്ലീനിങ് ഒന്നുകൂടി ഈസി ആയിട്ട് ഒരു മടുപ്പില്ലാതെ മടിയില്ലാതെ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം വേഗം തന്നെ ആക്കലാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന ദിവസം നേരത്തെ തന്നെ കുക്കിംഗ് അങ്ങ് തീർക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും പെട്ടെന്ന് തന്നെ തീർക്കുക. കഴിയുന്നതും നേരത്തെ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ തിരഞ്ഞെടുക്കുക. കാരണം നമുക്ക് ക്ലീനിങ്ങുമായിട്ട് കുറേ സമയം അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുക്കിങ്ങിലൊക്കെ ഒന്ന് നമ്മൾ കറികളൊക്കെ എണ്ണൊക്കെ ഒന്ന് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കറി തന്നെ ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തിരഞ്ഞെടുത്താലും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ തലേദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ തലേദിവസം തന്നെ തലേദിവസം രാത്രി ആക്കി വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ലഞ്ചിനുള്ള കറി അങ്ങനെ പറ്റുന്നവർക്ക് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ രാത്രി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. റോട്ടിപ്പൊടി കുഴച്ച് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് വേഗം ചുട്ടെടുത്തു. പിന്നെ മീൻ മത്തി മുളകിട്ടു. അപ്പോൾ അത് തന്നെ നമ്മൾ റോട്ടിക്കും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മത്തി പൊരിച്ചെടുക്കുന്നുണ്ട്, ചീര ഉപ്പേരി. അപ്പോൾ നമ്മളെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ്. അതിന് ശേഷം റഫീഖ് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ക്ലീനിങ് തുടങ്ങുന്ന ദിവസം തലേ ദിവസം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് വേഗം കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണ്, നമുക്ക് പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലീനിങ് ചെയ്യുക ആ ഒരു രീതി അല്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓരോ ദിവസവും ഉച്ച വരെ നമ്മൾ പണിയൊക്കെ തീരുന്ന ആ ഒരു സമയമുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റെസ്റ്റും കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മേലെ ഫ്ലോറാണ് കേട്ടോ. മേലെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്, മേലത്തെ ഫ്ലോറ്. അവിടെ മേലത്തെ എത്ര റൂമാണോ ഉള്ളത് അതാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ മേലെ നമുക്ക് ബെഡ്റൂം 2ആണ്. ആ 2 ബെഡ്റൂമും ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നു. അവിടുത്തെ ബ്ലാങ്കറ്റ് ഞാൻ ഓരോ ദിവസം ഓരോ ബ്ലാങ്കറ്റ് അലക്കാൻ വേണ്ടിയിട്ട് ഇടും കേട്ടോ. കംഫർട്ട് ബ്ലാങ്കറ്റ് എന്താണുള്ളത് വെച്ചാൽ അത് അലക്കാൻ വേണ്ടി ഇപ്പോൾ അത് അലക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ റൂമൊന്ന് തട്ടലും, അതായത് മറാല തട്ടി അടിക്കുക, പിന്നെ ജനൽ തട്ടുക, അത് തുടക്കുക, ക്ലീൻ ചെയ്യുക. അറിയാലോ ആ റൂമിൽ എന്തെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടോ അതെല്ലാം അന്ന് തീർക്കണം. ആ സമയം തീർക്കണം. അതിലുള്ള ഒരു കാര്യം പോലും നമ്മൾ മാറ്റി വെക്കരുത്. അങ്ങനെ അല്ല A to Z കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഈസി ആവുന്നത് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളൊന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമേ വരില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ അടുക്കളേൻ്റെ ആ ഭാഗമൊക്കെ എനിക്കൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പക്ഷെ ബെഡ്റൂമൊന്നും എനിക്ക് ഭയങ്കരമായിട്ടുള്ള പൊടികളൊന്നുമില്ല. എന്നാലും നമ്മൾ റമദാനൊക്കെ ആകുമ്പോൾ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്യൂല. അപ്പോൾ നമുക്കൊരു മനസ്സിനും ഒക്കെ ഒരു സമാധാനവും സന്തോഷമൊക്കെ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കും വീഡിയോ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെയ്യണം എന്തായാലും, പക്ഷേ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രയും ഒരു ഭയങ്കര വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു തട്ടുന്ന സാധനം നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ അതുപയോഗിച്ച് അത് നല്ല ഈസിയായിട്ട് നമുക്ക് ചെറുതാക്കാനും എത്ര ഹൈറ്റിലേക്ക് ഇപ്പോൾ വീടിൻ്റെ എല്ലാ അരുകും മൂലം എനിക്ക് തട്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും ഹൈറ്റിൽ നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുന്നത്. പിന്നെ സോഫ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ എട്ടുകാലിയോ അല്ല എട്ടുകാലി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോകാതെ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ട് അതിങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉച്ച വരെയത്തെ ക്ലീനിങ് ആട്ടോ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വൈകുന്നേരം വരെയൊക്കെ
ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ അത് എൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു ഫുൾ ഡേ അങ്ങനെ പണിയെടുക്കാൻ ഇഷ്ടമാണ്. നമുക്ക് അടുത്ത ദിവസമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ തുടങ്ങിയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ തുടങ്ങിയാലാണ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷൻ പോലെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്യുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കുറേ പേരൊക്കെ ഉണ്ട്, ചെയ്യുന്നുണ്ട്, ജംഷി തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിപ്പോൾ ഈ മാസം ഫസ്റ്റാണല്ലോ നമ്മൾ ചെയ്യുന്നത്, 1-ാം തീയതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് റമദാനിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയടിച്ച്, അതെന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യൂലേ, അങ്ങനെ തട്ടിയടിച്ച് വരെ തുടക്കുകയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും വീട് നല്ല നീറ്റായിക്കോളും. അപ്പോൾ ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വുഡിൻ്റെ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുന്നത് സോപ്പ് പൊടിയോ സോപ്പോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വെറുതെ പച്ചവെള്ളത്തിൽ നന്നായിട്ട് ക്ലോത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു തവണ പൊടി ഉണ്ടാവും കേട്ടോ, അവിടെ വേറൊന്നും ഉണ്ടാവില്ല. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട്, വുഡല്ലേ അതുകൊണ്ടാണ് പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക. പൊടിയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക, മൈന്യൂട്ടായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴല്ലേ അതൊക്കെ നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു തവണ വൈപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ ആ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഷെൽഫില്ലേ 2 സൈഡിലും വരുന്ന കട്ടിലിൻ്റെ സൈഡിലുള്ള അത്, കട്ടിലിൻ്റെ ഭാഗം, അതുപോലെ തന്നെ അലമാര, അതൊക്കെ നമുക്കിങ്ങനെ വുഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ജനൽ, ഫ്ലോറ് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴാണ് സോപ്പ് പൊടിയോ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ട് വേറൊരു നല്ല വെള്ളത്തിലും കൂടെ 2 ബക്കറ്റിൽ വെള്ളം എടുക്കും. എന്നിട്ട് ഒരു ബക്കറ്റിൽ നല്ല ക്ലോത്തും വെള്ളവും വെച്ചിട്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കും. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ജനലിലൊന്നും ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ, ഇടയ്ക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു ഇല്ലേ, നല്ല സ്മെല്ലുള്ള ഷാമ്പു എന്തെങ്കിലും വെള്ളത്തിലാക്കിയിട്ട് അതുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീട് മൊത്തം നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടും. ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഞാനൊരു മന്ത്ലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ കറ പിടിച്ച് പോക്കി ചെളി കളയാനുള്ള ജനലിൻ്റെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ച് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ കമ്പിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കറ പിടിച്ച് അല്ലെങ്കിൽ ചെളി പിടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് പൊടി തന്നെ യൂസ് ചെയ്യട്ടോ. അപ്പോഴാണ് നല്ല പെട്ടെന്ന് തന്നെ ഒരു വൈപ്പിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടിക്കോളും. എല്ലാ ഭാഗത്തും നമ്മളെ കൈയെത്തി പൊടിയൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യുക, അതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അലർജി അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങൾ ഒക്കെ ഉള്ളവർ പൊടി വല്ലാണ്ടൊക്കെ ഉണ്ടെങ്കിൽ മാസ്കെല്ലാം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടവലെങ്കിലും കെട്ടിയിട്ട് നമ്മൾ പണി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഈ ഉള്ളിൽ നിന്ന് ജെല്ല് തുടക്കാനുള്ളതൊക്കെ ഉൾഭാഗത്തു നിന്ന് തുടക്കും. എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് ഓരോന്നോരോന്ന് പോയിട്ട് തുടക്കണം കേട്ടോ ചെയ്യുക. പിന്നെ എനിക്ക് എത്താത്തതുണ്ട്, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലത് സൈഡൊക്കെ മാവൊക്കെ വരുന്ന ആ ഭാഗത്തുനിന്ന് എനിക്ക് ഹൈറ്റ് എത്തൂല കേട്ടോ. എത്തുമല്ല, അവിടെ ഇങ്ങനെ നമ്മൾ വീടിൻ്റെ ആ സൈഡിലൂടെ പോകാനും പറ്റില്ല. അത് റഫിക്ക ഒരു ദിവസം നിന്നിട്ട് എനിക്ക് തുടച്ച് തരികയാണ് ചെയ്യുക. ഇതൊക്കെ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ജെല്ലൊക്കെ എനിക്ക് ഈസി ആയിട്ട് അവിടെ നിന്നിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ തുടക്കും. എനിക്ക് പറ്റുന്ന മാക്സിമം ഒരു 3-4 ജനലൊക്കെ റഫിക്കൊക്കെ പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ എനിക്ക് തന്നെ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ബെഡ്റൂമിൽ ആ റൂമിൽ നമ്മൾ ആ എടുക്കുന്ന ഏരിയയിൽ ക്ലീൻ ചെയ്യുന്ന ഏരിയയിൽ എന്തെല്ലാം ഉള്ളത് അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. സ്വിച്ച് ബോർഡ്, ഫാന്, ഒരു പിക്ചർ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ബെഡ്റൂമിൽ മേശ, ചെയർ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ മേലത്തെ ഫ്ലോറ് മൊത്തമാണ്, അത് 2 റൂമ്, ഡൈനിങ് ഹാള്, ഒരു നമ്മൾ ആറിയിടുന്നൊക്കെ അയൺ ചെയ്യുന്നൊക്കെ ആ ഒരു ഏരിയ, സിറ്റ് ഔട്ട്, അത്രയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ദിവസം പറ്റുന്നത് അതെടുക്കുക കേട്ടോ. 2 റൂമാണ്, 2 റൂം എടുക്കുക. ഇനി ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഞാൻ എല്ലാം കൂടെ തട്ടി എല്ലാം കൂടെ വിരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഒരു റൂം ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഒരു റൂം എടുത്ത് അത് തട്ടി അതിലത്തെ പൊടിയൊക്കെ തട്ടി ജനൽ തുടച്ച്, അലമാര തുടച്ച്, വാതിൽ തുടച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ആ ഫ്ലോർ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരി,
പിന്നെ അവിടെ തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം അങ്ങ് ക്ലീനായി കിട്ടും. അല്ലാണ്ട് എല്ലാം കൂടെ വലിച്ച് വാരി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തം ഒരു എന്താ പറയുക കുറേ പണിയുള്ള എന്താ പറയുക എപ്പോഴാണ് തീരുക എന്താണെന്നുള്ളൊരു വല്ലാത്തൊരു എന്തെല്ലോ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് അതിഷ്ടമല്ല. ഓരോ ഏരിയ ഇങ്ങനെ നമുക്ക് പറ്റുന്ന അത്ര. ഇന്നിപ്പോൾ എനിക്കിനിപ്പം പെട്ടെന്ന് വേറെ എന്തെങ്കിലും വന്നു, അല്ലെങ്കിൽ വയ്യ, നമുക്ക് ഗസ്റ്റ് ആരെങ്കിലും വന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇത്രയും ഭാഗം എനിക്ക് നീറ്റായിട്ടുണ്ടാവും, മറ്റേ ഭാഗം ഞാനൊന്നും വലിച്ചിട്ടിട്ടും ഇല്ല. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതാട്ടോ പറഞ്ഞു, ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ചിലർക്ക് എല്ലാം വലിച്ചിട്ട് ചെയ്യാൻ അങ്ങനെയായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ആ റൂമിൽ വരുന്ന അലമാര കബോർഡും കൂടെ ഞാനൊന്ന് നീറ്റാക്കുകയാണ് കേട്ടോ. തുണികളൊക്കെ അതും ഓരോ റാക്ക് ചെയ്താൽ മതി. എനിക്കിങ്ങനെ തുണികൾ അലമാരത്ത് മൊത്തം വലിച്ചിട്ട് എന്നിട്ട് മൊത്തം ക്ലീനാക്കി എന്നിട്ട് മൊത്തം എടുത്ത് വെച്ചാൽ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഡോറിൻ്റെ അവിടെ ഉള്ളത് ക്ലീനാക്കി എന്നിട്ട് അതെടുത്ത് വെച്ച് അടുത്ത ഡോറ് ആ ഡ്രസ്സ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ, നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടില്ല, അതാണ്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഒരു എന്താ പറയുക ഒരു ഷോക്സ് കയ്യിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമ്മൾ ഡ്രസ്സ് വെക്കുന്ന ഏരിയ ആണെങ്കിൽ കൂടിയിട്ട് പൊടി ഉണ്ടാവും ചെറുതായിട്ടൊക്കെ. അപ്പോൾ അത് നമ്മളെ കയ്യിൽ അങ്ങനെ പോന്നോളും. മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ അതിങ്ങനെ പാറി നമുക്ക് ഒരു പൊടീൻ്റെ ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ നന്നായിട്ട് അത് പിടിച്ചെടുക്കും ആ ഒരു പൊടി. നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ റാക്ക് തുടച്ചെടുത്തു. ഇനി അവിടെ നിന്ന് എടുത്ത ക്ലോത്തൊക്കെ മടക്കി വെച്ചതാണ് കേട്ടോ അവിടെ. അത് നീറ്റ് അല്ലെങ്കിൽ മാത്രമേ ഞാൻ മടക്കി വെക്കുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഞാൻ മടക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെടുത്ത് വെച്ചു. ഇനി നിങ്ങൾക്കില്ലേ അലമാരയിൽ ഇപ്പം 2-3 പേരുതൊക്കെ ഒരു അലമാരയിൽ വെക്കേണ്ട അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറേ സ്പേസ് നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പോൾ നമുക്കിവിടെ ഓരോരുത്തർക്കും ഓരോ അലമാര ഒരുപാട് സ്പേസ് ഉണ്ട്, ഒന്ന് എക്സ്ട്രായും വരുന്നുണ്ട് നമുക്ക് പില്ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം എനിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ സ്പേസ് ഇല്ലാത്ത അറേഞ്ച് ചെയ്ത് വെക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുണികൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. തുണികൾ റോൾ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് കുറേ ക്ലോത്തുകൾ ഒരു ഷെൽഫിൽ തന്നെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത കുറേ അധികം ക്ലോത്തുകൾ നമുക്ക് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കബോർഡ് ക്ലീനിങ് കഴിഞ്ഞു, അവിടെ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇപ്പോൾ ആ റൂം സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോക്കണ്ട. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ റൂം ഞാൻ ചെയ്തെടുത്തിട്ട്, അപ്പോൾ സെയിം നമ്മളെ ബെഡ്റൂമെല്ലാം സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് സെയിം ആ ഒരു റൂമും കൂടെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ 2 റൂം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹോളും അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, മേലെ ഭാഗത്തുള്ള സിറ്റ് ഔട്ട്, പിന്നെ ഇപ്പുറത്തെ ഓപ്പൺ ഏരിയ നമ്മൾ ആറിടാനൊക്കെ യൂസ് ചെയ്യുന്ന അവിടെയും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹാളിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ആ സ്റ്റെയർ ഒന്ന് പൊടി തുടച്ച് പോകണം, അത്രേ ഉള്ളൂ, നന്നായിട്ട് തട്ടിയിട്ട്. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ വരുന്ന ആ കമ്പി ഏരിയ അല്ലേ, അവിടെ നന്നായിട്ട് പൊടി പിടിക്കും കേട്ടോ. വെള്ളയാണ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇങ്ങനെ കമ്പി ഇങ്ങനെ കറുത്തും ആ രീതിയിലേക്ക് വരും. വൈറ്റിന് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ താല്പര്യം ഉണ്ട്, റിസ്ക് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വൈറ്റിലൊക്കെ ചെയ്താൽ മതി ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് എപ്പോഴും നീറ്റാക്കി കൊണ്ടുപോകണം, എന്നാൽ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ആ ഒരു വൈറ്റ് വി ബോർഡില്ലേ, അതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, നല്ലോണം പൊടി വരും. ഞാൻ എന്താ പറയുക വർഷത്തിൽ 2 തവണയാണ് ഇത് നനച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് മഴയൊക്കെ പോയ ഉടനെ, അതായത് ഈ സമയം ഇപ്പോൾ റമദാനിനും കൂടെ വരികയാണ്, അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കൂടെ ഞാൻ ഒരുമിച്ചാക്കിയതാണ്. അല്ലെങ്കിൽ മഴ വരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെയാണ് ഞാൻ ചെയ്യല് കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ മൊത്തത്തിലൊന്ന് തട്ടി അടിച്ചു എല്ലാ ഭാഗവും. ഇനി അവിടെയുള്ള തുടക്കാനുള്ള ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതാ ആദ്യം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ പറഞ്ഞില്ല കൂടുതൽ അഴുക്കണം. അപ്പോൾ സ്റ്റെയർ കംപ്ലീറ്റ് ഒന്ന് താഴെ വരെ തുടച്ചെടുത്തു. ജസ്റ്റ് പൊടി ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് വുഡാണ്. അപ്പോൾ ഞാൻ നല്ല സോപ്പ് പൊടിയൊന്നും എടുത്തിട്ടില്ല, നനച്ച് തുടച്ചിട്ടേ ഉള്ളൂ. നന്നായിട്ട് നനച്ച് പിഴിഞ്ഞ് തുടച്ചു. ഇനിയിപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഈ കമ്പിയാണ് ഞാൻ പറഞ്ഞത്. ഇത് സോപ്പ് പൊടി ഇട്ടിട്ടാണ് ഞാൻ തുടക്കുന്നത്. ഒരു ബക്കറ്റിൽ സോപ്പ് പൊടി ഇട്ട വെള്ളം കൊണ്ട് തുടച്ചെടുത്തിട്ട് പിന്നെ നല്ല വെള്ളം കൊണ്ട് ക്ലീനാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ, നല്ല വൈറ്റ് കളറിൽ കിട്ടും. അല്ലെങ്കിൽ പക്ഷെ വേഗം ക്ലീനാവും കേട്ടോ, ക്ലീനാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മഴയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഈ ചീത്തലടിക്കൂലേ, ആ ഒരു സമയത്താണെങ്കിലും വെള്ളത്തിൻ്റെതും പൊടിയും എല്ലാം കൂടെ ആയിട്ടൊക്കെ ആ ഒരു വൈറ്റ് കളറ് നഷ്ടപ്പെടും.
അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ബ്ലാങ്കറ്റ് ഇതാ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആറിയിടട്ടെ. ഇങ്ങനെയല്ലേ നമ്മൾ ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്യുന്ന ആ ദിവസം ഒരു ബ്ലാങ്കറ്റെങ്കിലും അലക്കുക കേട്ടോ. ഇനിയുള്ള ആ ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് ഓരോ ദിവസം ഓരോ ബ്ലാങ്കറ്റ് ഇങ്ങനെ അലക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഇതും അലക്കുന്ന സംഭവങ്ങളും കഴിയും. ബ്ലാങ്കറ്റ് ആയാലും കംഫർട്ടായാലും ഓരോ റൂം ചെയ്യുമ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ അതങ്ങ് അലക്കാനും വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അതും നമ്മൾ റമദാൻ ക്ലീനിങ്ങിൽ വരുന്നൊരു കാര്യമാണല്ലോ, ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ അലക്കൽ. അപ്പോൾ അതും സൈഡിലൂടെ അങ്ങ് നടന്നു പോകും കേട്ടോ. അതിനായിട്ടൊരു ദിവസം മാറ്റി വെക്കേണ്ട കാര്യമില്ല. മെഷീനിൽ അലക്കുന്നവരാണെങ്കിൽ കേട്ടോ, ഞാൻ മെഷീനിൽ തന്നെയാണ് അലക്കൽ. കംഫർട്ടൊക്കെ പിന്നെ വൈറ്റ് ഞാൻ കുതിർത്ത് വെക്കും. തലേ ദിവസം വൈകുന്നേരം കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാത്തതൊക്കെ അങ്ങനെ അപ്പം തന്നെ ഇട്ടിട്ട് അപ്പം തന്നെ അലക്കിയെടുക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ ഹെവി വാഷ് തന്നെ കേട്ടോ ചെയ്യുക, പെട്ടെന്ന് കഴിയുന്ന അതല്ല ചെയ്യുക. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് സമയം ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം പുറത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് വെറുതെ ഇരുന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ദാ ഇതില്ലേ, ആ വൈറ്റ് സംഭവമല്ലേ, അതിൽ നല്ല പൊടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പൊടി ഉണ്ടാവും. അത് ഇതുപോലെ തുടച്ചെടുക്കണം. പക്ഷെ തുടച്ചാൽ വേഗം ക്ലീൻ ആവുകയും ചെയ്യും. നല്ല രസമാണ് തുടച്ചാൽ, നല്ല പ്യുവർ വൈറ്റിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ദാ ഫ്ലോർ മൊത്തം ഒന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേലത്തെ ഫ്ലോറ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വേഗം കഴിഞ്ഞു. ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ളുഹർ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് ഞാൻ രാവിലെ ഇറങ്ങിയത് കൊണ്ടാണ് കേട്ടോ. റഫീക്ക് പോവുകയും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് ഇറങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിലൊന്നും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തീരില്ല. പിന്നെ അത്രയും എനിക്ക് പറ്റുന്നൊരു പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ, 2 ബെഡ്റൂം ഒന്ന് വിരിച്ചിടട്ടെ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ നോക്കണ്ട, ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വിരിക്കട്ടെ. കുറേ സമയം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾക്കൊരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നത് കുറേ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചാൽ നമുക്ക് വീഡിയോ തീരൂല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ബെഡ്റൂമും ക്ലീൻ ചെയ്ത് ഏരിയ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സംതൃപ്തി കേട്ടോ. എന്തോ ഒരു മനസ്സമാധാനമാണ് അത് കാണുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ദാ മേലെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുളി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് അബ്ബാസ് ഇല്ലേ, ഗൾഫിലുണ്ടായിരുന്നത്. അപ്പോൾ ഓന് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനും വൈഫും വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാ, നമുക്ക് ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വേഗം നമ്മളെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയില്ലേ, അത് മന്തിയല്ല, ഒരു സ്പെഷ്യൽ റൈസ്, അത് ഉണ്ടാക്കലാണ്. വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ചിക്കനൊക്കെ ഒന്ന് മസാല പെരക്കി എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമുക്കുള്ള ഫുഡ് ഞാൻ രാവിലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണ്. ഇനിയിപ്പോൾ വേഗം അവർ വരും. അവർക്ക് കൽപ്പറ്റ എന്തോ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ വാവ ചോറ് തിന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ അടുത്ത ദിവസം ക്ലീനിങ് താഴത്തെ കുറച്ച് ഏരിയ, കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യും, നമ്മുടെ സെക്കൻഡ് പാർട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളെ വീടിൻ്റെ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്ത് കഴിയുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ വരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം എന്താ പറയുക, നമ്മൾ ഒന്നിടവിട്ടാണല്ലോ വീഡിയോ വരുന്നത്. അപ്പോൾ അത്രയും ദിവസം നിങ്ങൾക്കുണ്ട്, അന്നും പിറ്റേ ദിവസം ഉണ്ട്, പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ വീഡിയോ വരുന്നത്. അപ്പോൾ ആ ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു ഭാഗം തീർത്ത് വന്നാൽ മതി കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ സ്പെഷ്യൽ റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഒരു സ്പെഷ്യൽ റൈസാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. കിട്ടിയിട്ടും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മന്തിൻ്റെയോ കപ്സേൻ്റെയോ ഒന്നും ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് വരുന്നത്. നമ്മളിതിലേക്കൊരു 1 കിലോ ചിക്കനിലേക്ക് ഞാനിപ്പോൾ 1 കിലോനെ എടുത്തിട്ടില്ല, 1/2 കിലോനെ എടുത്തിട്ടുള്ളൂ. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മാഗി ക്യൂബാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പീസ് മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ ആണെങ്കിൽ നിങ്ങൾ 4 പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മസാല പെരക്കി വെച്ചു ഞാൻ. അതിന് ശേഷം റൈസൊന്ന് നമ്മൾ സാധാ വേവിച്ച് ഊറ്റിയെടുക്കില്ല, അപ്പോൾ അങ്ങനെ ഒരു 1/4 വേവിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിലേക്ക് നമ്മൾ ആ ഒരു ചിക്കനില്ലേ, നമ്മൾ ഓയിലൊക്കെ പുരട്ടി വെച്ച ചിക്കൻ, അത് പരത്തി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. ഒരു 3-4 മുളക് കൂടെ വെച്ച് കൊടുക്കുന്നു, ഒരു 3 മുളക് കൂടെ വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ റൈസ് സെറ്റ്. ഇതിലേക്ക് നമ്മൾ സ്മോക്കി ഫ്ലേവർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. എന്നിട്ട് ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയവർ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. കാര്യം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാലും അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണേ. പിന്നെ ഇനി അത് വിസിലടിക്കുമ്പോഴത്തേക്കും ഞാൻ സാലഡ് അതിൻ്റെ ഒരു സൈഡായിട്ടുള്ളൊരു ഐറ്റം കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടായിരുന്നു ഇതിലേക്ക്. എല്ലാ കളറൊന്നും വേണമെന്നില്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ തീർക്കാനായിട്ടുള്ളത് കൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ടാക്കി അരിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ മാത്രം, അല്ലെങ്കിൽ കുക്കുംബർ, ക്യാരറ്റ്, സവാള, ഇങ്ങനെ എന്താണെങ്കിലും മിക്സ് ആക്കിയിട്ട് ഈ ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു കളർഫുള്ളാണ് കാണാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ പേര്, അധിക പേരും നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. കുറേ പേരെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ബിരിയാണി, മന്തി, സ്നാക്സ് റെസിപ്പീസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു വരുമാന മാർഗ്ഗം ആയിട്ടുണ്ട് എന്നൊക്കെ വീഡിയോയിൽ കാണലുണ്ട് കേട്ടോ. നിങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ കാരണം ഒരാൾക്കൊരു ചെറിയൊരു ഇൻകം, ചെറിയൊരു വരുമാനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി ഞാൻ അതിലേക്ക് കുക്കുംബർ എടുത്തു, നമ്മുടെ ക്യാബേജില്ലേ അതെടുത്തു, ക്യാരറ്റ് എടുത്തു, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മളെ ഷെസ്വാൻ സോസില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ റെഡ് ചില്ലി സോസില്ലേ അതും സോയാ സോസും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. തൈര് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ആക്കാം. ഞാനിപ്പോൾ തൈരൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, തൈര് വേറെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഷെസ്വാൻ സോസ് നിങ്ങൾ എടുക്കുമ്പം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാൻ അത്രയും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഷെസ്വാൻ സോസ് എന്ന് പറയുമ്പോൾ നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്നുമില്ല, മൊത്തത്തിലൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറച്ചുപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. കാര്യം നമ്മളെ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇനി അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ റൈസ് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യട്ടെ. നമ്മളെ സാലഡ് 2 ബൗളിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തൈര്, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് എരിവുണ്ടായിരുന്നു, അപ്പോൾ തൈരിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത തൈര് മാത്രം, നമ്മൾ കട്ട തൈരില്ലേ, നല്ല ടേസ്റ്റ് അല്ലേ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി. ശരിക്കും ഈ റൈസിന് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താവുന്നു. നല്ല സോഫ്റ്റ് റൈസാട്ടോ കിട്ടുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ. ഇപ്പോൾ കണ്ടോ നമ്മൾ റൈസിൻ്റെ ലുക്ക്. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. വലിയ പീസാണെങ്കിലും ചെറിയ പീസാണെങ്കിലും ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നമ്മളെ മന്തിയൊക്കെ ട്രൈ ചെയ്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണ്, വേവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ.
അപ്പോൾ വീഡിയോയിൽ ഒരാൾ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൽമ ഫൈസൽ കേട്ടോ. അപ്പോൾ എൻ്റെ വക ഒരു ബിഗ് ഹൈ കേട്ടോ. കുറേ പേരെല്ലാം പറയലുണ്ട്, ഞാൻ വിട്ടുപോകുന്നതാണ്. പിന്നെ കുറേ പേരെല്ലാം റിപ്ലൈ കിട്ടലില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ ആക്കിയെടുക്കലും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരാൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു മിസ്സിങ് ആണ്. സോറി. എന്തായാലും ഞാൻ മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കമൻറ്റും ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. ആ റീഡ് ചെയ്യുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ ചിലതൊക്കെ നമ്മൾ വിട്ടു പോകുന്നതാണ് കേട്ടോ. വീഡിയോയിൽ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയം കൊണ്ട് മറന്നു പോകുന്നതാണ്. പിന്നെ ഇതാ ഞാൻ അവർക്ക് ഫുഡെല്ലാം വെച്ച് കൊടുത്തു. ഇനി ഇതാ ഒരു മൊജിറ്റോയും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു 3-4 പീസ് ലെമണിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇട്ടു, കുറച്ച് മിൻറ്റ് ഇട്ടു, പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്തത്. ഇനി ചെറുനാരങ്ങ നീരും കൂടെ കുറച്ച് രണ്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് എന്നുകൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും മെൽറ്റ് ആവണം, മാത്രമല്ല ആ ലെമണിൻ്റെയും നമ്മൾ ആ മിൻറ്റിൻ്റെയും ആ ഒരു ഫ്ലേവറില്ല അതും ഈ ഒരു ഡ്രിങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാട്ടെ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പൾപ്പിൽ മധുരം ഉണ്ടാവും, എന്നാലും ഓവറായിട്ട് ഉണ്ടാവില്ല. നല്ല തണുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് മൊജിറ്റോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ഹെവി ഫുഡിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രൈറ്റാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത്. സ്പ്രൈറ്റോ സോഡയോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഹെവി ഫുഡിൻ്റെ കൂടെ ഇതും കൂടെ കുടിച്ചാണ്ടല്ലോ നല്ല തണുപ്പിച്ച് കുടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ പൾപ്പ്, ഓറഞ്ചിൻ്റെ അങ്ങനെയൊക്കെ വെച്ചിട്ടും ഈ ഒരു മൊജിറ്റോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.